ലഭിക്കോ? നമുക്ക് കണക്കിൻ്റെ അന്ന് മൂന്നാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ് കിടക്കുമ്പോൾ ഇത് പുസ്തകവും പെന്നൊക്കെ കയ്യിൽ പിടിക്കുന്നുണ്ടാ? ഇത് നോക്കിയിരുന്നിട്ട് ഇത് കൂടെ ഇങ്ങനെ ഓൺലൈനിൽ ഓരോന്ന് ഇട്ടാൽ പോരാ, ശ്രദ്ധിക്കും വേണോട്ടാ. ഇടയ്ക്കൊന്ന് കുറിച്ചെടുക്കണം. പ്രധാനപ്പെട്ടത് എല്ലാം കുറിച്ചെടുക്കണം എന്നല്ല, പ്രധാനപ്പെട്ട തോന്നുന്നത് കുറിച്ചെടുക്കണം. നമുക്ക് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ചർച്ച ചെയ്യാത്ത 4 ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചെയ്യാം. പ്രധാനം അതില് നിങ്ങൾ ആ ബോർഡില് ഒരു ചിത്രം കാണുന്നുണ്ട് ഇല്ലേ? നമ്മൾ ട്രിഗണോമെട്രി നമ്മൾ ചർച്ച ചെയ്തതാണ്. ത്രികോണമിതി നമ്മൾ ചർച്ച ചെയ്തതാണ്. നിങ്ങൾക്ക് ഇവിടെ വരച്ചൊരു ചിത്രം നോക്കും. ഇത് ഒരു യൂണിറ്റ് റേഡിയസ് 1 യൂണിറ്റ് റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ് ഇവിടെ കാണുന്നത്. ആ സർക്കിളില് ഇവിടെ ഒരു 30 ഡിഗ്രി കോണ് വരച്ചു, പിന്നെ ഒരു ടാൻജന്റ് വരച്ചു, തൊടുവര വരച്ചു. ശ്രദ്ധിച്ചു പറയില്ല, നമ്മള് ത്രികോണമിതിയില് നമ്മള് സൈൻ, കോസൈൻ, ടാൻജന്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഷോർട്ടാക്കിയിട്ടാ പറയല്. സൈൻ, കോസ്, ടാൻ എന്നൊക്കെയാണ് പറയുന്നത്. ഈ ടാൻ എന്നുള്ളത് നമ്മൾ ത്രികോണമിതി പറയും. ഇവിടെ നമ്മൾ തൊടുവര എന്നുള്ളതിന് ഇംഗ്ലീഷ് ടാൻജന്റ്. അപ്പൊ അവിടെ ഒരു ടാൻജന്റ് ഉണ്ട്, ട്രിഗണോമെട്രിയിൽ ഒരു ടാൻജന്റ് ഉണ്ട്, ഇവിടെ ഒരു ടാൻജന്റ് ഉണ്ട്. ഇതെന്താ? ഇത് രണ്ടും രണ്ടാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചില്ല? അപ്പൊ നോക്കിക്കോളൂ, ഈ ചിത്രം നോക്കിക്കോളൂ. ഒരു യൂണിറ്റ് റേഡിയസ് ഉള്ള ഒരു സർക്കിൾ, ടാൻജന്റ് ഇവിടെ ടാൻ 30 എന്താണ് പറയുന്നത്? ഈ ട്രയാങ്കിളിന് നമ്മൾ ഒരു പേര് കൊടുക്കണം. ABC എന്ന് പേര് കൊടുത്താൽ നിങ്ങൾക്കറിയാം ടാൻ 30 വരിക ഈ വലിയ റൈറ്റ് ട്രയാങ്കിൾ, വലിയ പട്ടത്തിലൂടെ ഇതിൽ വരിക AC by AB, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇവിടെ AB ഒരു യൂണിറ്റ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് AB ഇതിന്റെ റേഡിയസ് ആണ്, ഒരു യൂണിറ്റ് ആണ്. അപ്പൊ ഫലത്തില് AC by 1 വരും. എന്താ വരുന്നത്? AC തന്നെയാണ്. ടാൻ 30 വരണത് AC ആണ്. എന്താ AC? ഈ C എന്ന പോയിന്റിൽ നിന്ന് ഈ സർക്കിളിലേക്കുള്ള ടാൻജന്റ് ആണ്. C എന്നുള്ള പോയിന്റിൽ ഈ സർക്കിളിലേക്ക് 2 ടാൻജന്റ് ഉണ്ടാവും. ഒന്ന് ഇതിയെ ഉണ്ടാവും, ഒന്ന് ഇതിയെ വരും. ആ ടാൻജന്റ്. അപ്പൊ ഇതിനെ നമ്മുടെ പേര് CA പറയുന്നത് ടാൻജന്റ് എന്നാണ്. ടാൻ 30 വരണത് AC ആണ്, CA ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വാക്ക് നമ്മൾ തൊടുവരയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിപ്പോ ഇവിടെ ഏത് ആംഗിൾ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. 30 ഡിഗ്രി ആണ് വരച്ചു. ഇനിയിപ്പോ ഇതൊരു 50 ഡിഗ്രി ആയാലും തന്നെ സംഭവിക്കുക, ഇതൊരു 70 ഡിഗ്രി ആയാലും തന്നെ സംഭവിക്കുക. അപ്പൊ ടാൻജന്റ് എന്നുള്ള വാക്ക് രണ്ടും രണ്ടല്ല, തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. നമ്മൾ സർക്കിൾസ് എന്നുള്ള ചാപ്റ്ററും ടാൻജൻസ് എന്നുള്ള ചാപ്റ്ററും 2 ചാപ്റ്ററുകൾ ജോമെട്രി. ഈ 2 ചാപ്റ്ററുകളിൽ നിന്ന് നമുക്ക് ആകെ 26 സ്കോർ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ 2 ചാപ്റ്ററുകളാണ്. ഏറ്റവും കൂടുതൽ നിന്നാണ് 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വരും, 3 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ വരും, 4 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ വരും, 5 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ വരും. ഇതിൽ സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ പൊതുവെ ഈ ചാപ്റ്റർ എങ്ങനെ എഴുതിയിട്ടുള്ളത് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ നമ്മൾ ആദ്യം മുതലേ പറയുന്നുണ്ട് കേട്ടോ.
തമാശയായിട്ട് എടുത്തിട്ടില്ലെന്നാ വിചാരിക്കണത് മോശം. ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. നമ്മൾ മാത്സ് എന്ന് പറഞ്ഞാൽ മാത്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ആളുകൾ പറയുക പഴയ വർത്തമാന മാഷൊക്കെ കുട്ടികൾ നമ്മൾ കേട്ടിരുന്നു, കണക്ക് എങ്ങനെ പഠിക്കുക, കണക്ക് ചെയ്ത് പഠിക്കുക. കണക്ക് ഇങ്ങനെ ചെയ്ത് പഠിക്കാൻ ആരാ ഇതിന്? എന്ത് രസമാണത്? വെറുതെ ഇങ്ങനെ കണക്ക് ചെയ്യുക, അതൊരു രസമുള്ള കാര്യമൊന്നുമല്ല. അവിടെ ആരും അങ്ങനെ പഠിക്കണമൊന്നുമില്ല. പിന്നെ അച്ഛനും അമ്മയൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നല്ലാതെ അതൊരു രസമുള്ള കാര്യമല്ല. എക്സാമിന് കണക്ക് ചെയ്താൽ എന്തെങ്കിലും മാർക്കെങ്കിലും കിട്ടും. വെറുതെ ഇങ്ങനെ കണക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് മാർക്കായിട്ട് നമുക്ക് എന്ത് സുഖമാണ്? അത് കണക്ക് അതൊരു പഴയ വർത്താനാണ്. വെറുതെ ഇങ്ങനെ കണക്കുകൾ ഇങ്ങനെ പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഈ പ്രോബ്ലംസ് തന്നെ നോക്കിക്കോളൂ. നിങ്ങളിപ്പോ എന്താ മാഷൊന്നും പഠിക്കുന്ന കാലത്ത് ഈ സാധനമില്ലേ, ഗൈഡുകളാണ്. ഇപ്പൊ നിറയെ ഗൈഡുകളുള്ള ഈ കാലത്ത് നമ്മൾ എന്താ ചെയ്യുക? ഗൈഡിൽ എന്താ ഉണ്ടാവുക? ചോദ്യം ഉണ്ടാവും, ഉത്തരം ഉണ്ടാവും. അടുത്തല്ല പുതിയൊരു ഗൈഡ് വരിക, ഒരു ചോദ്യം എന്നാ ഗൈഡ് ചിലവാകും ഒറ്റ കോപ്പി എന്ന് പറയും. അപ്പൊ ചോദ്യം ഉത്തരമുള്ള ഈ സാധനം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കുറെ കണക്ക് ചെയ്തുകൊണ്ട് കണക്ക് പഠിക്കുക. മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് എന്നുള്ളത് മാത്തമാറ്റിക്സിന്റെ ഒരു പാർട്ട് മാത്രം. നമുക്ക് കണക്കാണ് പഠിക്കാൻ, കുറെ കണക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഏത് കണക്ക് നമുക്ക് നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും. അതിനാണ് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം പറഞ്ഞത്. ഈ ചാപ്റ്ററുകൾ എഴുതിയിട്ടുള്ളത് എങ്ങനെയാ വെച്ചാൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി ഇങ്ങനെ വരും. കുറെ കണക്കുകൾ പറഞ്ഞു വരും. ആ കണക്കുകൾ പറഞ്ഞു കുറെ സിദ്ധാന്തങ്ങളും ഒക്കെ അതിലുണ്ടാവും. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഒരു നിർമ്മാണം വരും. എല്ലാ സിദ്ധാന്തങ്ങളും പ്രയോജനം ഉണ്ടാവണ്ടേ, വല്ല നിർമ്മാണ സാധ്യതയും വേണ്ടേ? അങ്ങനെയാണ് പൊതുവെ നമ്മൾ ഈ ചാപ്റ്റർ നോക്കിയാൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അറിയേണ്ടുന്ന ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ധാരാളം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഇതൊരു സർക്കിളാണ്. ഇത് അതിൻ്റെ ഒരു ഡയമീറ്റർ ആണ്, വ്യാസം. ഇവിടെ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, ഒരു റൈറ്റ് ആംഗിൾ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ പഠിച്ചു. ഇത് ഡയമീറ്റർ ആണ്. ഈ റൈറ്റ് ആംഗിൾ ആണ് എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾ ചോദിക്കലുണ്ട്, സർ പ്രൂഫ് വരുമോ? പ്രൂഫ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് എക്സാമിനേഷന് പ്രൂഫ് ചോദിക്കില്ല അധികവും. അത് പൊതുവെ ഒരു ധാരണ ഉണ്ട്. പ്രൂഫ് പക്ഷേ ചോദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് പഠിക്കണ്ട എന്നല്ല പറഞ്ഞിട്ടുള്ളത്. എന്തിനാ നമ്മൾ പ്രൂഫ് പഠിക്കണത്? പ്രൂഫ് പഠിക്കണത് എന്തിനാന്ന് വെച്ചാൽ അപ്പോഴാണ് നമുക്ക് ഈ ശരിക്കും ഈ കാര്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. ഇപ്പൊ ഇത് 90 ഡിഗ്രി ആണ്, എങ്ങനെ ഇപ്പൊ തെളിയിക്കുക? അങ്ങനെ ഇതിപ്പോ കണ്ടാ 90 ഡിഗ്രി ആണ്, അല്ലെങ്കിൽ അവതോക്കിയ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞുകൊണ്ട് 90 ഡിഗ്രി എന്നൊന്നും പറയാൻ പാടില്ല. അത് മാത്തമാറ്റിക്സ് ഒരു സയൻസ് ആണ്, അതിന് കൃത്യമായ യുക്തിസഹായ തെളിവാണ്. നോക്കിക്കോളൂ, ഇതിപ്പോ 90 ഡിഗ്രിയെ തെളിയിക്കാൻ ഇത് ഈ സർക്കിളിന്റെ സെന്ററാണ്, ഓ സെന്ററാണ്. ഞാൻ ഇവിടുന്ന് ഒരു ആംഗിള്, ഇപ്പൊ 90 ഡിഗ്രി ആണെന്ന് ഞാൻ പറയുന്നില്ല, ഇവിടുന്ന് ഒരു ലൈൻ ഇതിലേക്ക് വരയ്ക്കും. ഇപ്പൊ ഈ സി എന്ന ആംഗിൾ കണ്ടായി, ഇതിൽ ഒരു ആംഗിൾ എക്സ് ആണെന്നും ഒരു ആംഗിൾ വൈ ആണെന്നും വിചാരിച്ചു. നിങ്ങൾക്ക് അറിയാം, ഇത് റേഡിയസ് ആണ് ഒ സി, ഒ എ റേഡിയസ് ആണ്. അപ്പൊ ഈ എ ഒ സി എന്ന ഈ ട്രയാങ്കിൾ, ഈ ത്രികോണം ഒരു സമപാർശ്വ ത്രികോണാണ്, ഐസോസിലസ് ആണ്. ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആവും. അതുകൊണ്ട് ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആ വരിക. അതേപോലെ ഇപ്പുറത്തി ഇത് വൈ ആണെങ്കിൽ ഇതും ഐസോസിലസ് ആണ്, ഇത് വൈ ആണ് വരിക. ഇപ്പൊ നിങ്ങൾ നോക്കി നോക്കൂ, ഈ വലിയ ട്രയാങ്കിള് എ സി ബി എന്നുള്ള വലിയ ട്രയാങ്കിളില് എ എന്നുള്ള ആംഗിൾ എക്സ്, സി എന്ന ആംഗിള് എക്സ് പ്ലസ് വൈ, ബി എന്നുള്ള ആംഗിൾ.
ഈ 3 ആംഗിൾ കൂടി കൂട്ടിയാൽ എത്ര കിട്ടുക? 180 ഡിഗ്രിയാണ്. ഇത് നേരെ ശ്രദ്ധിച്ചു നോക്കൂ. ഇതില് 2 എക്സും ഉണ്ട്, 2 വൈയും ഉണ്ട്. 2 എക്സും 2 വൈയും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. നമുക്ക് പറഞ്ഞോടെ എക്സും വൈയും കൂടി കൂട്ടിയാൽ 90 ഡിഗ്രിയാണ്. എക്സും വൈയും കൂട്ടിയാൽ 90. എക്സും വൈയും ചേർന്ന് കഴിഞ്ഞാൽ ആംഗിൾ അല്ലേ സി എന്നുള്ള ആംഗിള്. സി എന്നുള്ള ആംഗിൾ അതാണ്. എക്സും വൈയും കൂടി ചേർന്ന ആംഗിൾ ആണ്. അപ്പൊ സി എന്നുള്ളത് എക്സ് പ്ലസ് വൈ ആണ് എന്ന് പറയാം, 90 ആണ് എന്ന് പറയാം. ഇതാണ് ഇതിന്റെ പ്രൂഫ്. ഈ പ്രൂഫ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. നിങ്ങൾ ഇത് വായിക്കണം. ഈ പ്രൂഫ് വായിക്കാനും ഇത് നമുക്ക് എഴുതി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനും കണക്ക് നമുക്ക് നല്ല മനസ്സിലായോ നോക്കാനും ഏറ്റവും നല്ലൊരു വഴി എന്താ വെച്ചാൽ നമ്മളിത് വേറെ ആളോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഈ കേട്ട ആള് ഇങ്ങനെ ചിരിച്ചിരിക്കും. അയാളുടെ മുഖത്തേക്ക് നോക്കി അറിയാം എന്ത് അയാൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ എന്ന്. നമ്മൾ പറയണത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അയാളുടെ മുഖത്തേക്ക് നോക്കി അറിയാം. അപ്പൊ അയാളോട് ഇതിന്റെ അവസാനം പറയാ ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായി ചോദിച്ചാൽ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിക്കാം. എന്താ ഉറപ്പിക്കുക? അയാൾക്ക് മനസ്സിലായി എന്നല്ല, നമുക്കിത് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് മനസ്സിലായ ഒരു കാര്യം പറഞ്ഞാലേണ്, വേറെ ആളോട് പറഞ്ഞാലേണ് അയാൾക്ക് മനസ്സിലാവും. അപ്പൊ ഏറ്റവും നല്ലത് കണക്ക് പഠിക്കാനുള്ള ഒരു വഴി നമ്മൾ തുണക്കാരോട് പറഞ്ഞാൽ മതി. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇതിങ്ങനെയൊക്കെ തെളിയിക്കാൻ അല്ലേ, എനിക്കറിയാലോ അത് തെളിയിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൂട്ടുകാരോട് പറയുമ്പോൾ നമുക്ക് നല്ലതാണ്. അപ്പൊ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ് എന്നുള്ളത് നമുക്കറിയാം. ഈ കാര്യം അറിയണം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ഇത് ഡയമീറ്റർ ആണെങ്കിൽ AB ഡയമീറ്റർ ആണെങ്കിൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഈ ആംഗിളിനെ നമ്മളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ആംഗിളിനെ ഒന്നും ഇങ്ങോട്ട് തള്ളുക, ഇങ്ങോട്ട് ഉള്ളിലേക്ക്. ഇതിപ്പോ ഒരു കമ്പിയാണെന്ന് വിചാരിച്ചു. ഈ ആംഗിളിനെ നല്ല ഇങ്ങോട്ട് പ്രസ് ചെയ്യാണ്. നല്ല ഇങ്ങോട്ട് പ്രസ് ചെയ്താൽ ഇത് ഇങ്ങനെയും ഇത് ഉള്ളിലേക്കാണ് തള്ളു. ഇതേപോലെ ഞാൻ ഈ ആംഗിളിനെ ഇങ്ങനെ നുള്ളി ഇങ്ങോട്ട് വലിക്കുകയാണ്, പുറത്തേക്ക് ഇങ്ങോട്ട് വലിക്കുകയാണ്. പുറത്തേക്ക് ഇങ്ങോട്ട് വലിച്ചാൽ ഇത് എങ്ങനെ വരും? ഈ 2 കമ്പി ഇതുണ്ട്, രണ്ടും ഉണ്ട്. ഇത് പുറത്തേക്ക് വലിക്കുമ്പോഴ് ആ സാധനം ഒന്നും കൂടി ഇങ്ങോട്ട് ചുരുങ്ങിയായി വലിച്ചിങ്ങോട്ട് എടുക്കുകയാണ്. അപ്പൊ ഈ 2 ആംഗിൾ ഇത് 90 ഇതിന്റെ വിരിവ് നോക്കൂ, കൂടി 90 കൂടി. ഇതിന്റെ വിരിവ് നോക്കൂ, 90 കുറഞ്ഞു. അപ്പോ ഈ പുറത്തുള്ള ആംഗിള് ഒരു ന്യൂനകോണം, അക്യൂട്ട് ആംഗിൾ. ഈ അകത്തുള്ള ആംഗിള് ഒരു ബൃഹത് കോണം, ഒബ്റ്റ്യൂസ്ഡ്. ഇത് റൈറ്റ് ആംഗിൾ. ഈ കാര്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയണം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റൊരു കാര്യം ഇതിൽ തന്നെ പറയണത്. അതെന്താ പറയണത്? ഒരു പ്രധാനപ്പെട്ട നല്ല രസമുള്ള ഒരു സാധനമാണ്. സർക്കിളില് ഒരു ആർക്ക്, ഇതൊരു ആർക്ക്. AC എന്നുള്ള ഒരു ഞാണ്, ഒരു കോണം. ഇവിടെ നമുക്ക് ഈ ആർക്ക് സെന്റർ ആണ്. ഈ ആർക്ക് ഇവിടെ ഒരു കോണുണ്ടാക്കി. എവിടെ? സെന്ററിൽ. സർക്കിളിന്റെ സെന്ററില് ആരെ കോണുണ്ടാക്കിയ? ഈ ആർക്ക് ഒരു കോണുണ്ടാക്കി. A അറ്റം C അറ്റം ഇങ്ങനെ ഒന്നുണ്ടാക്കി. ഇനി ഈ ആർക്കിനെ സർക്കിളില് ഒരു കോണുണ്ടാക്കി. ഒന്ന് സർക്കിളിൽ ഉണ്ടാക്കി, ഒന്ന് സെന്ററിൽ ഉണ്ടാക്കി. നിങ്ങൾക്കറിയാം സർക്കിളിൽ ഉണ്ടാക്കിയ കോണ് X ആണെങ്കിൽ ഇത് 2x ആണ്.
നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇതിനൊക്കെ പ്രൂഫ് ഉണ്ട് കേട്ടാ. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിച്ച് നോക്കേണ്ടതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം. ഇനി ഇതുപോലെ തന്നെ നോക്കിക്കോളൂ മറ്റൊരു കാര്യം. ഈ ആർക്ക് ഇവിടെ ഒരു കോണുണ്ടാക്കി. ഈ ആർക്കിന് തന്നെ ഇനിയും കോണുണ്ടാക്കാം. ഇവിടെ നിന്നുണ്ടാക്കാം. ഈ ആർക്കിന് ഇനിയും കോണുണ്ടാക്കാം. ഇവിടെ നിന്നുണ്ടാക്കാം. എന്താ വേണ്ടു? ഏതൊരു വര, സീന്നൊരു വര, രണ്ടറ്റത്തൊന്നും ഓരോ വര. ഇപ്പൊ ഇവിടെ ഇങ്ങനെ കുറെ കോണുകളുണ്ട്, 3 കോണുകളുണ്ട്. ഈ 3 കോണുകളാണോ? ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയേണ്ട മറ്റൊരു സംഗതി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പറയണ മറ്റൊരു രസമായിട്ടുള്ള കാര്യം, ഞാൻ പറഞ്ഞു കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ അവർ നിർമ്മാണം പറയും. നമ്മളോട് പറയുകയാണ് ഒരു 11.25 ഡിഗ്രി അളവുള്ള ഒരു കോണുണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കുക? 11.25 ഡിഗ്രി നമുക്ക് അളക്കാൻ പറ്റും. ഈ സാധനത്തിൽ അടക്കാൻ പറ്റും. 11 തൊട്ട് നമുക്ക് അവിടെ 12 കിട്ടും. എങ്ങനെ ഈ 11.25 ഡിഗ്രിയുടെ കോണുണ്ടാക്കുക? വളരെ സുഖമായിട്ട് നേരത്തെ കണ്ട സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു സർക്കിൾ വരും. ഈ സർക്കിളിൽ നമുക്ക് ഒരു 45 ഡിഗ്രിയിൽ ഒരു കോണുണ്ടാക്കാം. ഡിഗ്രിയിൽ കോണുണ്ട്. ഇത് പറ്റുന്നോ? ഇവിടെ തന്നെ നമുക്ക് ഡിഗ്രി കോണുണ്ട്. നമ്മൾ ഇപ്പൊ പറഞ്ഞ പ്രകാരം ഇങ്ങനെ ഒന്ന് വരച്ചാൽ, ഇങ്ങനെ ഒന്ന് വരച്ചാൽ, ഇനിയിപ്പോ ഇതില് ഒരു സൈഡ് ഇത് തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല, ഈ റേഡിയസിന്റെ നീട്ടിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒരു കോണ് വരച്ചാൽ ഇത് 22.5 ഡിഗ്രി നേരെ പോലെ. ഈ ആർക്ക് സെന്ററിൽ ഉണ്ടാക്കിയതാണത്, ഈ ആർക്ക് സർക്കിളിൽ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ ഇത് 22.5 ഡിഗ്രി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ റേഡിയസ് എടുത്തിട്ട് പുറത്ത് വേറെ ഒരു സർക്കിൾ, ഇപ്പോ ഇതിന്റെ റേഡിയസ് ഇതാണ്. അപ്പൊ ഈ സർക്കിളിന്റെ ഒരു ആർക്കാണ് ഇപ്പൊ പുതിയ സർക്കിളിന്റെ. അത് സെന്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ ആണ് 22.5 ഡിഗ്രി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതേ ഇത് വെച്ച് ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പൊ ഇവിടെ കിട്ടുന്നൊരു കോൺ ഇതേ സാധനം വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ 22.5 ഡിഗ്രി കോണിന്റെ പകുതിയാവുന്നത് 22ന്റെ പകുതി 11.25 ഡിഗ്രിയിലുള്ള ഒരു കോണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സിദ്ധാന്തങ്ങള് എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അപ്പോഴല്ലേ സിദ്ധാന്തങ്ങളെ കൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാത്ത സിദ്ധാന്തങ്ങളെ നമ്മൾ പറയാ വരട്ട സിദ്ധാന്തങ്ങൾ എന്നാണ്, ഒന്നിനും കൊള്ളാത്ത സിദ്ധാന്തങ്ങൾ എന്നാണ്. സിദ്ധാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രയോഗിക്കാൻ പറ്റും. അങ്ങനെ പ്രയോഗിക്കുകയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. 11.25 ഡിഗ്രിയുടെ കോണുണ്ടാക്കി. ഇത്തരം രീതിയിലാണ് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് മൊത്തം ഈ ചാപ്റ്ററുകൾ എഴുതിയിട്ടുണ്ടാകും. ഇനി ഇതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. 2 ചിത്രങ്ങൾ.
ഒന്നത്, ഈ രണ്ട് ചിത്രങ്ങള് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ചെറിയൊരു മാറ്റമാണ് എന്താ അതിലുള്ളത്. ഒന്ന് സർക്കിളിന്റെ ഉള്ളില് ഒരു ചതുർഭുജം, ഒന്ന് സർക്കിളിന്റെ പുറത്ത് ഒരു ചതുർഭുജം. ഇപ്പോ പി ക്യു ആർ എസ് ഇത് പുറത്താണ്, എ ബി സി ഡി ഇതകത്താണ്. അപ്പൊ നമ്മള് ഈ ചതുർഭുജത്തിന്റെ പേര് നിങ്ങൾ പറയും സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജം. ചക്രീയ ചതുർഭുജാണ്. ഈ ചക്രീയ ചതുർഭുജത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് നിങ്ങൾക്കറിയാം. എന്താ? ഈ കോണും ഇതും കൂടി കൂട്ടിയാലും ഇതും കൂടി കൂട്ടിയാലും ഒപ്പം, ഇതും കൂടി കൂട്ടിയാലും ഇതും കൂടി കൂട്ടിയാലും ഒപ്പം. പാഠപുസ്തകത്തിൽ ഇങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ചക്രീയ ചതുർഭുജത്തിന്റെ എതിർക്കോണുകൾ അനുപൂരകമാണ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഭാഷ മാറ്റി പറഞ്ഞു, എതിർക്കോണുകളുടെ തുക തുല്യം. തുക തുല്യാവുന്നതും നേരത്തെ പറഞ്ഞ ഒന്ന് തന്നെയാണ്. ഈ 4 കോണും കൂടി കൂട്ടിയാൽ 360 വരിക. അനുപൂരകം എന്ന് പറഞ്ഞാൽ എന്താ? സപ്ലിമെന്ററി 180. 360 4 കൂടി വരച്ചാൽ ഇത് രണ്ടും കൂടി കൂട്ടിയാലും ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180. സപ്ലിമെന്ററി ആയി. ഇത് ഇവിടേക്ക് വരുമ്പോഴോ ഇവിടെ നോക്കുക നിങ്ങൾ, ഇത് ഉള്ളിലാണ് സ്ഥലം. അപ്പോഴേ ഈ സൈഡ് ഒരു 6 വെക്കുക, ഈ സൈഡ് ഒരു 3 വെക്കുക, ഈ സൈഡ് ഒരു 5. ഈ സൈഡ് എത്ര പറയാൻ പറ്റും? പറയാൻ പറ്റും. ഇത് 4 വരിക. അവിടെ എന്താ നടക്കുന്നത്? 6 3 9. അതന്നെ ആയിരിക്കണം. ഇതും കൂട്ടിയാലും കിട്ടണം 9 തന്നെ. ഇവിടെ ആംഗിൾ സമ്മ്, ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് ഈക്വൽ. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ സമ്മ് ഈക്വൽ. ഒന്ന് സർക്കിള്, ഇത് ഇൻസർക്കിളാണ്, ഇത് ഔട്ടർ സർക്കിളാണ്, സർക്കം സർക്കിളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രത്യേകത ഇത് നമുക്ക് അറിയണം. ഇനി മറ്റൊരു സ്ഥലം, ഒരു കോണ്, വേറൊരു കോൺ. ഇത് എ ബി, ഇത് സി ഡി. ഇത് കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ്. നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു സാധനം. നിങ്ങളത് പാട്ട് പാടി പഠിച്ചു. എന്താ സംഭവിച്ചത്? എന്താ ഫിഗർ? ഇതൊരു ഞാനാണ് എ ബി. ആ ഞാണിനെ സി ഡി എന്ന ഞാണ് 2 കഷ്ണാക്കി. എ ബിനെ സി ഡിയെ മുറിച്ചു. സി ഡി എന്നുള്ള ഞാനെ എ ബിയും 2 പീസാക്കി. ഇപ്പൊ എ ബിയുടെ കഷ്ണങ്ങൾ എന്താ? എ ബിയുടെ കഷ്ണങ്ങള് പി എയും പി ബി. ഈ 2 കഷ്ണങ്ങളായി എ ബി. സി ഡിയുടെ കഷ്ണങ്ങളോ പി സിയും പി ഡിയും. ഇങ്ങനെ 2 കഷ്ണം. ഇവിടെ നോക്കിക്കോളൂ, നിങ്ങൾ പഠിച്ചാണ്. ഇതിപ്പോ ഒരു 4, ഇതിപ്പോ ഒരു 3.
ഇതിന്റെ ലെങ്ത് ഒരു 6 എന്നാ ഇത് എത്രയോ? ഇത് നമുക്കറിയണം, അറിയണ്ടാവും നിങ്ങൾക്ക്. ഇത് 4, ഇത് 3, 4 3 12. ഈ കഷ്ണം 6 ആണെങ്കിൽ നിർബന്ധമായിട്ടും ഈ കഷ്ണം 2 ആവണം. 6 2 12, 4 3 12. എങ്ങനെ? എയുടെ ഒരറ്റത്തേക്കുള്ള ദൂരം, എ ബിയുടെ ഒരറ്റത്തേക്കുള്ള ദൂരം മറ്റേ അറ്റത്തേക്കുള്ള ദൂരം ആണ് പി എ ഇൻറ്റു പി ബി. അതേപോലെ തന്നെ പിയുടെ ഈ സി ഡി എന്നുള്ള ഞാണിന്റെ ഒരറ്റത്തേക്കുള്ള ദൂരം ബി സി, മറ്റേ അറ്റത്തേക്കുള്ള ദൂരം പി ഡി. പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. ഇതിന് പ്രൂഫ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ താല്പര്യപൂർവ്വം നിങ്ങൾ ഈ ചിത്രത്തെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയാണ്, ചെറിയ മാറ്റം. ഇതേ തന്നെ പറയണത് എ ബി ഇക്കുറി എ ബി എന്നുള്ള ഞാണ് വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ കൂടെ പാസ് ചെയ്യണ രീതിയിൽ വരച്ചു. വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ കൂടെ പാസ് ചെയ്യും. എ ബി ഞാനാണ്. സി ഡി ഇങ്ങനെയും വരച്ചു. ഇപ്പോഴത് കൂട്ടിമുട്ടിട്ടോ ഇതില്, അപ്പോഴും ഈ സംഗതി ശരിയാവും. പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി ശരിയാവും. ഇനി ഞാൻ ഒന്നുകൂടെ പ്രത്യേകത വെച്ച് വരയ്ക്കുകയാണ്. ഈ എ ബി ഇങ്ങനെ വരച്ചു, ഇവിടെ സി ഡി ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു, ഉത്തരം വെച്ചു. 90 ഡിഗ്രി കേട്ടോ. സി ഡി പിയിൽ കൂട്ടി പി തന്നെ. ഇപ്പോഴും ഈ സംഗതി ശരിയാവും. പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. അപ്പോഴെന്താ പ്രത്യേകത? ഇത് ഡയമീറ്റർ ആണ്, ഇതിങ്ങനെ കുത്തനെ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഈ കഷ്ണം പി സിയുടെ നീളവും പി ഡിയുടെ നീളവും ഒപ്പം, പി സി പി ഡി ഒരേ നീളം, അതിന്റെ നീളം ഒരു എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ആവുമ്പോൾ പി എ ഇൻറ്റു പി ബി വരിക എക്സ് സ്ക്വയർ ആണ്. പി സി ഇൻറ്റു പി ഡി എക്സ് സ്ക്വയർ ആണ്. ഈ ഒരു സാധനം ഇങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ വെച്ചിട്ട് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഒരു നിർമ്മാണം. എന്താ നിർമ്മാണം എന്താ വെച്ചാൽ, നമുക്കിപ്പോ ഒരു റൂട്ട് 10 എന്നുള്ള സാധനം സ്കെയിലുമ്പിൽ നമുക്ക് അളക്കാൻ പറ്റില്ല. റൂട്ട് 10 സ്കെയിലുമ്പിൽ അളക്കാൻ പറ്റില്ല. എങ്ങനെയാ സ്കെയിലുമ്പിൽ അളക്കുക? 10 സെന്റിമീറ്റർ, 5 സെന്റിമീറ്ററോ 4 സെന്റിമീറ്ററോ ഒക്കെ സ്കെയിലിൽ അളക്കാൻ പറ്റും. ഇപ്പൊ സ്കെയിൽ അളക്കാൻ പറ്റാത്ത ഒരളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ സിദ്ധാന്തം നമ്മള് ഉപയോഗിക്കുക ആണ് ചെയ്യും. എങ്ങനെ എന്താ സൂത്രം ചെയ്യണോ? ഇത് 10 ആണ്. ഭയങ്കര രസമായിട്ടാണ് ചെയ്യുന്നത് കേട്ടാ. ആദ്യം ഒരു സർക്കിൾ വരും. ഈ സർക്കിളിന്റെ ഡയമീറ്റർ ഒരു 7 സെന്റിമീറ്റർ ആണ്. 7 സെന്റിമീറ്റർ. അങ്ങനെ വരച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ആരം 3.5 സെന്റിമീറ്റർ. ഇത് കഴിഞ്ഞിട്ട് ഈ 7 സെന്റിമീറ്ററിനെ നമ്മൾ എന്ത് ചെയ്യിച്ചാൽ ഒരു 5ഉം 2ഉം ആയിട്ട് കട്ട് ചെയ്യും. ഈ നീളം ഒരു 5 സെന്റിമീറ്ററും ഈ നീളം ഒരു 2 സെന്റിമീറ്റർ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്ഥലത്ത് കൂടെ നമ്മള് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. നമ്മൾ ആദ്യം വരച്ചത് എ ബി എന്നുള്ള ഡയമീറ്റർ ആണെങ്കിൽ, ഇപ്പൊ വരച്ചൊരു കോണ് സി ഡി ആണെങ്കിൽ, ഇത് കട്ട് ചെയ്ത് പിയിലാണെങ്കിൽ, നേരത്തെ പറഞ്ഞ സാധനം ഓർമ്മ ഉണ്ടാവണം. പി എ ഇൻറ്റു പി ബി
പി സി ഇൻറ്റു പി ഡി തുല്യമാണ്. ഇപ്പൊ പി എ ഇൻറ്റു പി ബി വരുന്നത് എത്ര? 5 ഇൻറ്റു 2. പി എ ഇൻറ്റു പി ബി വരുന്നത് 10. പി എ ഇൻറ്റു പി ബി 10 ആണ്. 2 10. അപ്പോൾ പി സി ഇൻറ്റു പി ഡിയും 10 10ആവും. ഇത് രണ്ട് നീളമൊപ്പാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എക്സ് സ്ക്വയർ 10. അപ്പൊ എക്സ് എന്ത് വരും? √10. ഇത് നമുക്ക് സ്കെയിൽ എടുക്കാൻ കിട്ടില്ല. √10 നമുക്ക് അളക്കാൻ പറ്റില്ല. അളക്കാൻ പറ്റാത്ത ഒരളവാണ്. അളക്കാൻ പറ്റാത്ത ഒരളവിനെ ഇപ്പൊ നമ്മള് പിടിച്ചെടുക്കാൻ ഇനി ഈ നീളം കിട്ടിയാൽ മതി. ഇത് √10 ആവും ഈ നീളം. അപ്പൊ ഇനി നമുക്ക് വേണമെങ്കിൽ √10 സൈഡുള്ള ഒരു സ്ക്വയർ ഉണ്ടാക്കാം. √10 സൈഡുള്ള ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കാം. ഒക്കെ ചെയ്യാം. കണ്ടോ? സിദ്ധാന്തം പ്രയോഗിക്കുക. ഇങ്ങനെയാണ് നമ്മുടെ മൊത്തത്തിലെ ഈ ചാപ്റ്റർ ഇതിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പോയി നമ്മള് എവിടെ എത്തുന്നു? ഇതേ സംഗതി സർക്കിള് ഒരു ഞാണ്, വേറൊരു ഞാണ്, എ ബി സി ഡി. ഇത് കൂട്ടിമുട്ടിയോ? ഇത് കൂട്ടിമുട്ടിയില്ലല്ലോ. നേരത്തേക്ക് കൂട്ടിമുട്ടിയിരുന്നല്ലോ. ഇത് കൂട്ടിമുട്ടിയില്ല. ഇത് കൂട്ടിമുട്ടുവോ? കൂട്ടിമുട്ടും. എങ്ങനെയാ? ഈ ലൈൻ ഇത് ഇങ്ങനെ ഒരു ഭാഗത്ത് നമ്മൾ പിടിച്ചു നിർത്തിയതാ. ഈ വര എന്ന് പറയുമ്പോ എന്താ? ഇതിങ്ങനെ പോവും. ഈ വര അതെ ഇതിങ്ങനെ പോവും. ഇതൊരു ഭാഗത്ത് നിർത്തിയതാണ്. നമ്മൾ പിടിച്ചു നിർത്തിയതാ. ഇതിങ്ങനെ പോയി അതാ കൂട്ടിമുട്ടി അവിടെ കൂട്ടിമുട്ടി പീല്. അപ്പോ സർക്കിളിന്റെ രണ്ട് കോഡ നമ്മൾ വരച്ചത് കൂട്ടിമുട്ടില്ല വിചാരിച്ചു. കൂട്ടിമുട്ടി. പീല് കൂട്ടിമുട്ടാതിരിക്കാൻ പറ്റില്ല. എ ബി സി ഡിയും സമാന്തരമാകുമ്പോ കൂട്ടിമുട്ടിയിട്ട് എവിടെ എത്തി? പീല് മുട്ടിയപ്പോഴ് ഇതേ സാധനം നേരത്തെ കൂട്ടിമുട്ടിയ പോയിന്റ് നിങ്ങളാണ് നമ്മൾ എഴുതാൻ പറയേണ്ടത് കേട്ടാ. പി എന്നാണ് എപ്പോഴും പറയുന്നത്. കൂട്ടിമുട്ടിയ പോയിന്റ് എന്ന് പറയുന്നതിലേക്കുള്ള ദൂരം പി എ, മറ്റേറ്റത്തേക്കുള്ള ദൂരം പി ബി, ഈ അറ്റത്തേക്കുള്ള ദൂരം പി സി, ഈ അറ്റത്തേക്കുള്ള ദൂരം പി ഡി. കണ്ടോ? പി എ ഇൻറ്റു പി ബി സമം പി സി ശരിയാവും. ഇനി കുറച്ച് കഴിഞ്ഞാൽ പറയാ എന്താ വെച്ചാൽ ഈ വര നമ്മള് പീലിങ്ങനെ ഇത് രണ്ട് കമ്പിയാണെന്ന് വെച്ചോട്ടാ. ഈ പീലിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇതിങ്ങനെ വലിക്കുക. ഇതങ്ങോട്ട് മേപ്പട്ട് വലിക്കുക. മേപ്പട്ട് ഇങ്ങനെ വലിച്ചു കൊടുന്നാൽ അത് കുറെ കഴിഞ്ഞാൽ ആ സാധനം ഇങ്ങനെയാവും. പീല അമർത്തി പിടിച്ചു കൂട്ടാ. എന്നിട്ട് ഇതിനെ അങ്ങോട്ട് മേപ്പട്ട് വലിച്ചു. അപ്പൊ ഇവിടെ കണ്ടോ? അപ്പൊ ഇവിടെ സംഭവിക്കുക എന്താ വെച്ചാൽ ഈ എയും ബിയും ഉള്ളതല്ലോ. ഇതിങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ വരും. അവസാനം ഈ എയും ബിയും കൂടി കാണാതെയും എയും ബിയും ഒന്നാകും. കുറച്ച് വലിച്ചു കഴിഞ്ഞാൽ എയും ബിയും ഉണ്ടാവും കേട്ടോ. ഇവിടുന്ന് ഇപ്പൊ കുറച്ചൊക്കെ നമ്മൾ വലിച്ചിട്ട് വെച്ചാൽ ഇതിങ്ങനെ വരും. ഇവിടെ എ ഉണ്ടാവും, ഇവിടെ ബി ഉണ്ടാവും. പക്ഷെ അങ്ങോട്ട് വലിച്ചങ്ങോട്ട് കൊണ്ടുപോയി ആ സർക്കിളിലാണ് കൂട്ടിമുട്ടിച്ച എന്ത് വെച്ചാൽ തൊടുവരയാക്കിയാൽ എയും ബിയും ഒന്നായി. അപ്പോ പി എ പി ബി എന്ന് നമുക്ക് വേറെ പറയാനില്ല. പി എ തന്നെയാണ് പി ബി. ഒന്നുമില്ലെങ്കിൽ 2 പി എ അല്ലെങ്കിൽ 2 പി. അപ്പൊ എന്തായി? പി എ ഇൻറ്റു പി എ. അപ്പോഴും ഈ സാധനം ശരിയാണ് കേട്ടാ. പി സി ഇൻറ്റു പി ഡി എന്ന് വെച്ചാൽ പി എ സ്ക്വയർ ആണ് പി സി ഇൻറ്റു പി ഡി. ഇതൊക്കെ നമുക്ക് ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങൾക്ക് വെച്ച് പ്രോബ്ലംസ് വരും.
ഈ ആവശ്യങ്ങളൊക്കെ വെച്ച് കൺസ്ട്രക്ഷനും വരും. അത് നിങ്ങൾ ഒന്ന് ഓടിച്ച് മാഷ് ഈ കാര്യങ്ങള് നിങ്ങളോടൊന്ന് പറഞ്ഞു പോയത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ വേറെ ചില സിദ്ധാന്തങ്ങൾ വരുന്നത്. ഇനി ഇതന്നെ കേട്ടോ, ഇതന്നെ വേറെ രസമുണ്ട്. ഈ രണ്ടാമത്തെ വരി നമുക്ക് ഈ പീല് പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വലിക്കാട്ടോ. അപ്പൊ രണ്ടാമത്തെ വരിയും വലിച്ചിട്ട് ഇങ്ങനെ ആക്കാൻ പറ്റും. അപ്പൊ ഈ സിയും ഡിയും ഒന്നാവും. ഈ സി ബി ഡി വരുന്നതാണ്. ഇതിനെ വലിച്ചിട്ട് കൊണ്ടില്ല. അപ്പൊ ഫലത്തിൽ എന്തായി? പി എ ഇൻറ്റു പി എ സമം പി സി ഇൻറ്റു പി സി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പി എയും പി സിയും ഒപ്പായി. നിങ്ങൾ പഠിക്കുന്നില്ലേ? ഒരു സർക്കിളിന്റെ പുറത്തുനിന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് രണ്ട് ടാൻജൻസ് വരയ്ക്കാൻ പറ്റുന്നു. ആ രണ്ട് ടാൻജൻസിന്റെയും നീളം ഒപ്പാന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് കണ്ടു പി എ സമം പി സി. ഇനി ഇത് വരയ്ക്കാൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇത് വരയ്ക്കുമ്പോഴ് എങ്ങനെയൊക്കെയാണ് വരയ്ക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയും. പക്ഷെ ഈ ചിത്രമൊക്കെ വരയ്ക്കുമ്പോൾ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ആലോചിക്കേണ്ടത്? ഇതിന്റെ പിന്നിലൊക്കെ സിദ്ധാന്തം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ മനസ്സിലാലോചിക്കാം, ഓ ഈ സിദ്ധാന്താണല്ലേ, ഈ സിദ്ധാന്താണല്ലേ. നിങ്ങൾ തന്നെ പോയി പുറത്തുനിന്ന് ഒരു പോയിന്റിൽ നിന്ന് രണ്ട് ടാൻജൻസ് സർക്കിളിലേക്ക് വരയ്ക്കുമ്പോ സെമി സർക്കിളിലെ ആംഗിള് ആദ്യം നമ്മൾ പറഞ്ഞ 90 ഡിഗ്രി ആവും. അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ആ കൺസ്ട്രക്ഷൻ. ഇനി ആ കൺസ്ട്രക്ഷന്റെ കാര്യം പറയുമ്പോഴാണ് മറ്റൊന്ന് പറയാനുള്ളത്. നമ്മൾ ഈ കൺസ്ട്രക്ഷൻ പരീക്ഷയ്ക്ക് വന്ന് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളോട് രണ്ട് ടാൻജൻസ് വരയ്ക്കാൻ പറ്റും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് വരച്ചിട്ടുണ്ടാവും, സർക്കിൾ വരച്ചിട്ടുണ്ടാവും. പിന്നെ ആ പോയിന്റ് എത്ര ദൂരെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഇത് ഡയമീറ്റർ ആയിട്ട് അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യല്. ഇത് ഡയമീറ്റർ ആയിട്ട് നമ്മൾ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ടാവും. അങ്ങനെ ഈ പോയിന്റ് എന്നും ഈ പോയിന്റ് ബിന്നും കിട്ടുന്നുണ്ടാവും. ഇനി നമ്മൾ പി എയും പി ബിയും വരച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യാത്തൊരു കാര്യം ഒരു കുട്ടിയുടെ ആൻസർ പേപ്പറിൽ കാണില്ല. നമുക്ക് ചെയ്യണം. അങ്ങനെ എന്താ അറിയോ? ഇതൊക്കെ വരച്ചതിനൊരു അടിക്കുറിപ്പ് എഴുതുക. എന്താ അടിക്കുറിപ്പ് എഴുതുക? നമ്മൾ ഇതിനൊരു സെന്ററിന് ഓന്നട്ട പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓ കേന്ദ്രമായ വൃത്തത്തിലേക്ക് പിയിൽ നിന്ന് വരച്ചിട്ടുള്ള തൊടുവരകളാണ് പി എയും പി ബിയും. അപ്പൊ നിങ്ങൾ ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കുമ്പോൾ, പത്രമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഏത് ഫോട്ടോ ഉണ്ടെങ്കിലും അതിനൊരു അടിക്കുറിപ്പ് ഉണ്ടാവും. അങ്ങനെ ഏത് നിർമ്മാണം ചെയ്യുമ്പോഴും അതിനൊരു അടിക്കുറിപ്പ് എഴുതുന്ന ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ പേപ്പറിന് ഒരു ആകർഷകത്വം. പിന്നെ നിങ്ങൾക്ക് വരണ മറ്റൊരു സാധനം ഇതില് എന്താ, ഇൻസർക്കിൾ വരയ്ക്കാനുള്ള ഒരു സാധനം. ഇൻസർക്കിൾ വരയ്ക്കുമ്പോൾ ഇൻസർക്കിളൊക്കെ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയണ്ടാവും. ഇൻസർക്കിള് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയാണോ? ശരിക്ക് സർക്കിൾ വരയ്ക്കുമ്പോ എന്താ ഉണ്ടാവുന്നത്? ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡ് ഒരു ടാൻജന്റ് ആണ്, ഈ സൈഡ് ഒരു ടാൻജന്റ് ആണ്, ഈ സൈഡ് ഒരു ടാൻജന്റ് ആണ്. അപ്പൊ ഈ ടാൻജന്റ് ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഒന്ന് എഴുതുകയാണ്. ഇത് പി ന്നും ഇത് ക്യൂന്നും ഇത് ആർന്നും ആണെന്ന് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയാം, എന്തൊക്കെ അറിയാം? ഈ സി ആറിന്റെ നീളവും സി ക്യൂവിന്റെ നീളവും ഒപ്പാവും. ഈ നീളം ഒപ്പാവും. അതേപോലെ എ ആറിന്റെ നീളവും എ പിയുടെ നീളവും ഒപ്പാവും. അതേപോലെ നിങ്ങൾക്ക് അറിയാം ബി പിയുടെ നീളവും ബി ക്യൂവിന്റെ നീളവും ഒപ്പാവും. ഈ മൂന്നെണ്ണം ഒപ്പാവും. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ ചില കാര്യങ്ങളും കൂടിയും അവിടെ പറയുന്നുണ്ട്. ആ കാര്യങ്ങള് ഇതില് ഇപ്പൊ ഈ ഒരു നീളം, ഈ ബി സിയുടെ ആകെ നീളം ഒരു എ ആണെന്ന് വിചാരിക്കുക. അതേപോലെ ഈ എ സിയുടെ ആകെ നീളം ഒരു ബി ആണെന്ന് വിചാരിക്കുക.
എ ബിയുടെ ആകെ നീളം ഒരു സി ആണെന്ന്. അപ്പൊ നമ്മള് ഈ ബി സി ഇപ്പൊ രണ്ട് കഷ്ണമായി, രണ്ട് കഷ്ണം. ഇവിടെ നിങ്ങൾക്ക് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയും എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ ഈ ത്രികോണത്തിന്റെ ചുറ്റളവ് പെരിമീറ്റർ ആണ്. അതിന്റെ പകുതി എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി പകുതി, ചുറ്റളവിന്റെ പകുതി. അത് എസ് എന്നുള്ള അക്ഷരം കൊണ്ട് നമ്മൾ കാണിച്ചു വയ്ക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വിശദമായിട്ട് പറയേണ്ട മാഷ് ഞാൻ പറയുകയാണ്, ഈ സൈഡുകൾ നമുക്ക് ഇത് എസ് മൈനസ് ബി ആവും, ഇത് എസ് മൈനസ് സി ആവും. അങ്ങനെ ഇത് എസ് മൈനസ് സി ആണെങ്കിൽ ഇത് എസ് മൈനസ് സി ആവും, ഇത് എസ് മൈനസ് ബി ആണെങ്കിൽ ഇത് എസ് മൈനസ് ബി ആവും. ഇതില് ഇത് എസ് മൈനസ് എ ആവും, ഇത് എസ് മൈനസ് എ ആവും. എഴുതിയത് എ എന്നുള്ള രണ്ട് ടാൻജൻസ് നീളമൊപ്പാണ്. ഇത് എസ് മൈനസ് എ. എസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ത്രികോണത്തിന്റെ ചുറ്റളവിന്റെ പകുതി. എ എന്ന് പറഞ്ഞത് എസ് മൈനസ് എ, എസ് മൈനസ് എ, എസ് മൈനസ് ബി, എസ് മൈനസ് ബി, എസ് മൈനസ് സി, എസ് മൈനസ് സി. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ ഏരിയനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതിന്റെ ഏരിയ? ഈ ത്രികോണത്തിന്റെ ഏരിയ, ഈ ത്രികോണത്തിന്റെ പരപ്പളവ്. ഈ ത്രികോണത്തിന്റെ പരപ്പളവ് പറഞ്ഞാൽ ഇങ്ങനെ വരച്ചപ്പോ ഈ ത്രികോണം മൂന്ന് കഷ്ണമായി. ഇതാ ഒരു ത്രികോണം, ഇതാ ഒരു ത്രികോണം, ഇതാ ഒരു ത്രികോണം. ഓരോ ത്രികോണത്തിന്റെയും പരപ്പളവ് നമുക്ക് കാണാൻ പറ്റും. ഇത് ആർ ആണെങ്കിൽ ആണല്ലോ, ഇതിപ്പോ ഈ ഇൻസർക്കിളിന്റെ റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ വരിക അര എ ആർ, ഇതിന്റെ ഏരിയ വരിക അര ബി ആർ, ഇതിന്റെ ഏരിയ വരിക അര സി ആർ എന്ന് വരും. അങ്ങനെയാവുമ്പോഴ് അര ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു ആർ എന്ന് വരും. അര ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താ? എസ് ആർ. എസ് ആർ എന്ന് വരും. അപ്പോ ഏരിയ വരുന്നത് എസ് ആർ. ഈ ത്രികോണത്തിന്റെ പരപ്പളവ് വരുന്നത് ത്രികോണത്തിന്റെ ചുറ്റളവിന്റെ പകുതിയെ ഈ ആർ കൊണ്ട് വിളിച്ചാൽ കണ്ടോ? അത്ര നമുക്ക് അങ്ങനെയാകുമ്പോൾ ഈ ബന്ധം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ അധ്യായങ്ങള്, ഈ രണ്ട് അധ്യായങ്ങള് പോയിട്ടുള്ളത്. ഇതിൽ 26 മാർക്കുണ്ട്. ആ 26 മാർക്കില് എന്റെ ഒരു ഓർമ്മയില് 7 മാർക്കോ മറ്റോ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് തരണത്. നിർമ്മിക്കാൻ ചിലപ്പോ അന്തർവൃത്തം നിർമ്മിക്കാൻ പറയും, വേറെ ഒരു നിർമ്മാണം, 2 നിർമ്മാണങ്ങൾ വരുന്നുണ്ട്. 26 മാർക്ക് നമുക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റിയതാണ്. ഏത് കണക്ക് വന്നാലും ആ രീതിയിൽ നമ്മൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കണക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ്. 2 ചാപ്റ്ററുകളാണ്. ഇതേപോലെ തന്നെയാണ് നമ്മള് 2 ചാപ്റ്ററുകളുണ്ട്. സൂചക സംഖ്യകൾ, ജ്യാമിതിയും ബീജഗണിതവും. സൂചക സംഖ്യകള് എന്ന് പറയുന്നത് വളരെ സിമ്പിളായ ഒരു സാധനമാണ്. സൂചക സംഖ്യയിൽ നമ്മള് അത് വളരെ മനോഹരമായിട്ടാണ് ആ അധ്യായം പാഠപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. അത് നിങ്ങൾ നന്നായിട്ട് വായിക്കുക. എങ്ങനത്തെ ചോദ്യങ്ങളാ അതിലവര് ചോദിക്കണത്? അവര് ചോദിക്കണത് എന്താ? എക്സ് അക്ഷവും വൈ അക്ഷവും വരയ്ക്കുക, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിലെ ചോദ്യങ്ങളൊക്കെ വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എക്സ് അക്ഷവും വൈ അക്ഷവും വരയ്ക്കണം. കൃത്യമായിട്ട് വരയ്ക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മാഷ് വരച്ചത് കൃത്യമായിട്ട് അല്ല കേട്ടോ, കാണാൻ കുഴപ്പം. മാഷ് സ്കെയിൽ കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഇൻഫോ ബോക്സ് ഒക്കെ ഉണ്ട്. കൃത്യമായിട്ട് എക്സ് അക്ഷവും വൈ അക്ഷവും വരയ്ക്കുക. കൃത്യമായിട്ട് വരയ്ക്കുക എന്ന് പറയുമ്പോഴ് ഇവിടെ നമ്മള് സാധാരണ രീതിയിൽ പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ പല കുട്ടികളും പിന്നെ നിങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകും. വേണ്ട, അത് വൃത്തിയായിട്ട് കിടന്നോട്ടെ. നിങ്ങള് കോമ്പസ് കൊണ്ട് അതിന്റെ യൂണിറ്റ് ഒക്കെ ഒരേപോലെ വരണ രീതിയിൽ ഇത് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതിൽ വരണ എല്ലാ കണക്കും നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ
കുറച്ചുകൂടെ സൗകര്യമുണ്ട്. നമുക്ക് നമ്മുടെ ചിത്രത്തിൽ നിന്ന് തന്നെ ഉത്തരം കിട്ടുന്ന ഒരു ലാഭം നമുക്ക് ഈ കണക്കായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചിത്രത്തിൽ നിന്ന് തന്നെ ഉത്തരം കിട്ടുക, അതിന് കൃത്യമായിട്ട് വരയ്ക്കണം. അപ്പൊ ഇതില് ഏതോ ഒരു കൊല്ലം വന്ന ഒരു ചോദ്യമാണത്. 3, 4 എന്ന ബിന്ദുവിൽ നിന്നുള്ള അകലം 4 ആയ എക്സ് അക്ഷത്തിലെ ബിന്ദു ഏതാണ്? ഇതാണ് എക്സ് അക്ഷം. 3, 4 എന്നുള്ള ബിന്ദു ആദ്യം നമ്മൾ അടയാളപ്പെടുത്തണം. 3, 4 എന്ന ബിന്ദു. 3 എങ്ങനെ 3, 4 അടയാളപ്പെടുത്തുക? 3, 1, 2, 3. പിന്നെ നേരെ പോയി 1, 2, 3, 4. 4 കണ്ടോ? ഇവിടെ മാർക്ക് ചെയ്യുക. ഇതാണ് 3, 4 എന്ന ബിന്ദു. ഈ ബിന്ദുവിൽ നിന്ന് 4 യൂണിറ്റ് അകലം എക്സ് അക്ഷത്തിലേക്ക് വരണം. 4 യൂണിറ്റ് അകലം. ആ ബിന്ദു ഏതാണ്? ഒട്ടും സംശയിക്കാൻ കേട്ടോ. 4 യൂണിറ്റ് വരണമെന്ന് പറഞ്ഞാൽ നേരെ അങ്ങോട്ട് പോവുക, വളയാതെ സ്ട്രെയിറ്റ് ആയിട്ട് പോവുക. ഈ വൈ അക്ഷത്തിന് പാരലലായി പോന്നാൽ ഈ നീളം ആണ് 4 യൂണിറ്റ്. ഇനി പറഞ്ഞിട്ടുള്ള ചോദ്യമാണ് ഇതിൽ പ്രശ്നമായത്. ഇവിടുന്ന് 5 യൂണിറ്റ് അകലത്തില് എക്സ് അക്ഷത്തിലെ പോയിന്റ്. അത് ലേശം നമ്മളൊരു സൂത്രക്കാരാണ്. 5 യൂണിറ്റ്, ഇത് 4 യൂണിറ്റാണ്. അപ്പോട്ട് നമ്മൾ സൂത്രം ഉപയോഗിക്കണം. ഇതിനേക്കാൾ നിങ്ങൾ ഉണ്ടാവുമല്ലോ. 5 യൂണിറ്റ് പറഞ്ഞത് 4 ഉള്ളൂ. 5 എന്ന് പറയുമ്പോൾ ഒന്ന് ചെരിയും. എപ്പോഴൊക്കെ ചെരിഞ്ഞാല 5 ആവുന്നു. അതിന് നമ്മളൊരു സാമർഥ്യം കാണിക്കണം. ഇത് 4 ആണ്, ഇത് 3 ആണ്. അപ്പൊ ഇത് 3, ഇത് 4. സംശയിക്കണ്ട. ഇതാ നേരെ വരയ്ക്കുക. ഇതാ വരയ്ക്കുക. ഈ പോയിന്റ് ഇത് 3 ആവണം, ഇത് 4 ആവണം. 3, 4, 5 വട്ടത്തോളല്ലേ? ഓർമ്മല്ലേ? 3, 4, 5 ഇത് കിട്ടി കത്തണം നമുക്ക്. അപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചാൽ ഇതേതാ പോയിന്റ്? എക്സ് അക്ഷവും വൈ അക്ഷവും കൂട്ടിമുട്ടണ പോയിന്റ്. അതിന് നമ്മൾ എന്താ പറയുക? 0, 0. ഇനി ഉണ്ട് കേട്ടോ 5 യൂണിറ്റ് അകലത്തില് വേറൊന്നും കൂടി ഉണ്ട്. ഇതേപോലെ പുറത്തും റൈറ്റ് സൈഡിലും 1, 2, 3 യൂണിറ്റ് ഇവിടുത്തെ ഇങ്ങോട്ട് പോയ. അപ്പൊ ഇത് 3 ആണ്, ഇത് 4 ആണ്. അപ്പൊ ഇത് 5 യൂണിറ്റ് വരിക. അപ്പൊ 2 പോയിന്റ് കൂടെ വരും. ഇതേതാ പോയിന്റ്? ഇവിടേക്ക് ഇപ്പൊ മൊത്തം എത്രയും 1, 2, 3, 4, 5, 6. അപ്പൊ ഈ പോയിന്റ് 6, 0 എന്നാണ്. ഈ പോയിന്റ് 0, 0. 2 പോയിന്റുകൾ നമുക്ക് 5 യൂണിറ്റ് അകലത്തില് ഇതിൽ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനത്തെ കണക്കുകളൊക്കെയാണ് ഇതിൽ ചോദിക്കുന്നത്. ഇനി ഇതിൽ തന്നെ നമുക്ക് ഈ 2 പോയിന്റുകൾ തന്നാൽ അതിന്റെ ഡിസ്റ്റൻസ് എത്രയാണ് വരിക? ഒരു വരകള് എന്ന് പറയുമ്പോ ഒരു കാര്യം പറയുകയാണ്. നമ്മൾ വരകള് എന്ന് പറയുമ്പോൾ എക്സ് അക്ഷം ഒരു വരയാണ്, വൈ അക്ഷം ഒരു വരയാണ്. ശരിക്കും എക്സ് അക്ഷം എന്ന വരയെ നമുക്ക് എങ്ങനെ പറയാറുണ്ട്? എക്സ് അക്ഷം എങ്ങനെയാണ് അല്ലേ? നേരെ പോരുന്ന വരയും എവിടുന്ന് എവിടേക്കാ പോരുന്നത്? മോളിന്ന് ചോട്ടിക്കാന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ വൈ അക്ഷം മോളിന്ന് ചോട്ടിക്കാന്ന് വേണമെങ്കിൽ പറയാം. ഇനി കുറച്ചും കൂടി നമ്മള് ജോഗ്രഫി ഒക്കെ നേരെ അറിയണ കുട്ടികളെ വെച്ചാൽ വേണമെങ്കിൽ പറയാം വടക്കുന്ന് തെക്കോട്ട് എന്ന് പറയാം. മോള് വടക്കുന്ന് തെക്കോട്ട്. ഇതാണ് വൈ അക്ഷം. ഈ വൈ അക്ഷത്തിന് സമാന്തരായ വരകള്, വൈ അക്ഷത്തിന് പാരലലായ വരകള്, ഈ വരകളെല്ലാം നമുക്ക് പറയാം വടക്കുന്ന് തെക്കോട്ടുള്ള വരകളാണ്. ഇനി എക്സ് അക്ഷം ഇങ്ങനെയാണ്. ഇതാണ് എക്സ് അക്ഷം. അതിന് സമാന്തരായ വരകളുണ്ട്. ഈ എക്സ് അക്ഷത്തിന് സമാന്തരായ വരകള് ഇത് എവിടെയാ പോണത്? ഇത് പോണത് പടിഞ്ഞാറുന്ന് കിഴക്കോട്ടാണ്. ഇല്ലെങ്കിൽ ഇടത്തുനിന്ന് വലത്തോട്ടാണ്. ഇതാണ് എക്സ് അക്ഷം. അതിന് സമാന്തരായ വരകൾ.
ഇനി വേറെ ടൈപ്പ് വരകൾ ഏതാണുള്ളത്? ഈ ടൈപ്പ് വരണ്ട, വേറൊരു ടൈപ്പ് വര. ഈ വര ഇപ്പൊ എങ്ങനെ പോയി? ഇതെങ്ങനെ പോയി? ഇത് മോളിന്നാണ്. മോളിന്ന് എങ്ങോട്ട് പോയി? മോളിന്ന് വലത്തോട്ട് പോയി. മോളിന്ന് വലത്തോട്ട് പോയി. ഇല്ലെങ്കിൽ വടക്കുന്ന് തെക്ക് കിഴക്ക് ദിശയിലാണ് പോയത്. തെക്ക് കിഴക്ക് ദിശയിലാണ്, സൗത്ത് ഈസ്റ്റാണ് വടക്കുന്ന്. ഇനി ഇതേപോലെ വേറെ തരം വരകളാണ്. മോളിൽ തന്നെ പുറപ്പെട്ടു, ഇങ്ങോട്ട് പോയാൽ ഇതിപ്പോ എങ്ങനെ പോയി? മോളിന്ന് ഇടത്തോട്ടാ പോയി. വേണമെങ്കിൽ നമുക്ക് പറയാം തെക്ക് പടിഞ്ഞാറ് ആണ്. വടക്കുന്ന് തെക്ക് പടിഞ്ഞാറ്. ഇങ്ങനെയുള്ള 4 തരം വരകളാണ് നമുക്ക് വരിക. ഈ വരകള് വരുമ്പോ ഈ വരകളിൽ എന്തൊക്കെയാ നമ്മളോട് ചോദിക്കല്? ഈ വരകളിൽ ചോദിക്കൽ എന്തൊക്കെയാ? ഒന്ന് അകലം ചോദിക്കല്. ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഈ വരകളുടെ അകലം ഇപ്പൊ 2 പോയിന്റ് തരിക. എ എന്ന പോയിന്റ് -2 7, ബി എന്നൊരു പോയിന്റ് 2 4. ഈ പോയിന്റും ഉള്ള വര. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലത്ത് നിന്ന് ഏത് ബിയിലേക്ക് എന്താ അകലം, എ ബിയുടെ നീളം എന്താ? ഇത് ചോദിക്കുമ്പോഴേ നമ്മള് എ എന്നുള്ള പോയിന്റ് ഉണ്ട്, ബി എന്നുള്ള പോയിന്റ്. ഞാൻ നിങ്ങളോട് ചോദിക്കണത് ഇതിലേതാ മോളില്? എയാ ബിയാ മോളില്? എയാ ബിയാ മോളില് പോയിന്റ്? അത് നോക്കാൻ എന്താ ചെയ്യണ്ടേ? ഈ രണ്ടാമത്തെ കോർഡിനേറ്റ് നോക്കുക, y കോർഡിനേറ്റ്, y സൂചക സംഖ്യ നോക്കുക. y സൂചക സംഖ്യ ഇതിന്റെ 7 ഇതിന്റെ 4. 7 മോളില്. അതിന്റെ അർത്ഥം എ എന്നുള്ള പോയിന്റ് ആണ് മോളിൽ കിടക്കുന്ന പോയിന്റ്. എ -2 7. ബി ചോട്ടിലാണ്. ഇനി ബി ചോട്ടിലാണെങ്കിലും ബി വലതുഭാഗത്താ ഇടതുഭാഗത്താ? അത് നോക്കാൻ എന്താ നോക്കണ്ടേ? ഇത് -2 ആണ്, ഇത് 2 ആണ്. 2 വലുത്. അപ്പോ സംശയിക്കണ്ട, ബി വലതുഭാഗത്താണ്. അപ്പൊ ബിയുടെ പൊസിഷൻ ഏകദേശം ഇവിടെയാണ് വരിക, എയുടെ പൊസിഷൻ ഇവിടെ. നമ്മൾ ഏത് കണക്ക് ചെയ്യുമ്പോഴും കുട്ടികള് ഇങ്ങനെ വരയ്ക്കണം. എ ബി വരയ്ക്കാൻ ഈ കണക്ക് ചെയ്യുമ്പോഴും എ ബി ഒക്കെ വരയ്ക്കണം. എങ്ങനെ? എന്തിനാ ഇങ്ങനെ വരയ്ക്കണം? നമുക്ക് ഇങ്ങനെയൊക്കെ വരച്ചോടെ, ആ കണക്കിനനുസരിച്ചിട്ട് വരച്ചോടെ. ഇനി വേണമെങ്കിൽ ഇങ്ങനെ വരച്ചിട്ട് വെറുതെ കമന്റ് ചെയ്തോടെ. ഈ വര വടക്കു നിന്ന് വലത്തോട്ട് ദിശയിൽ പോകുന്നു. ഇങ്ങനെയൊന്നും ആരും എഴുതി വെക്കില്ല ആൻസർ പേപ്പറില്. നിങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ആൻസർ പേപ്പറിൽ ഇങ്ങനെ ചില പൊടികളൊക്കെ അടിച്ചു വിട്ടാണല്ലോ മാർക്ക് കൂടുതൽ കിട്ടും. ഈ കുട്ടിയുടെ ആള് തർക്കടിച്ചല്ലോ. ഈ പേപ്പർ നോക്കണ ആൾക്ക് നമ്മളെ പറ്റിയിട്ട് വേഗം ഒരു മതിപ്പുണ്ടാക്കിയാൽ മതി. ഇതൊരു ക്യാമറാണല്ലോ എന്നാണ് തോന്നി വെക്കുക പേപ്പർ നോക്കണ ആളൊക്കെ. പിന്നെ നമ്മൾ ലേശം തെറ്റിച്ചാലും കൂടി മാർക്ക്. ഇതൊക്കെ ഒരു സൂത്ര. പരീക്ഷയിലെ തട്ടിപ്പാണിത്. പരീക്ഷ ഞാൻ അന്ന് പറഞ്ഞില്ലേ നിങ്ങളോട്, പഠിപ്പ് പറഞ്ഞ തട്ടിപ്പല്ല കേട്ടോ, പരീക്ഷ തട്ടിപ്പാ. അപ്പൊ എല്ലാ തട്ടിപ്പും നോക്കണം. വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ട. ചില ആൾക്കാർ തലേസന്റെ ചോദ്യപേപ്പർ കിട്ടാൻ പറ്റുമോ നോക്കലുണ്ട്. അതിനൊക്കെ പോയി പോലീസ് പിടിച്ചാൽ പിന്നെ അർത്ഥം ഉണ്ടാക്കി. അതിനൊന്നും പോകണ്ട. അല്ല, കിട്ടുകയാണ്, കയ്യിൽ കിട്ടിയച്ച വേണ്ടാന്നും പറയണ്ട. അത് ഞാൻ പറയണത് അതല്ല, അത് കിട്ടണച്ചിട്ടല്ല പറയണത്. പരീക്ഷ പറഞ്ഞത്രേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാ സൂത്രങ്ങളും നമ്മൾ ഉപയോഗിക്കണം. ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്തു. ആദ്യം കുട്ടികളൊന്നും കമന്റ് ചെയ്യലില്ല. ഇത് വടക്കുന്ന് വലത്തോട്ട് പോകൂ. ഇനി ഇതിന്റെ ഡിസ്റ്റൻസ് കാണാൻ എങ്ങനെയാ? നിങ്ങൾ പറഞ്ഞില്ലേ എയുടെ മുകളിൽ കിടക്കണെന്ന്, ബിനെ കാണും. എത്ര മുകളിലാ? ബി 4 എ 7. ഞാൻ നോക്കി നോക്കൂ, ചെറിയൊരു പണി ചെയ്യാട്ടോ. ഇങ്ങനെ 2 വര വരച്ചു. ഇപ്പൊ ഇതൊരു ത്രികോണം, റൈറ്റ് ട്രയാങ്കിൾ ആയി. ബിന്റെ മുകളിലാണ് എ. എത്ര മുകളിലാ? 4 7, 3 യൂണിറ്റ് മുകളിലാണ്. 4 7 3 അല്ലേ? പിന്നെ നമ്മളെന്നെ പറഞ്ഞില്ലേ
ബി ആണ് വലതുഭാഗത്തത്, എയുടെ വലതുഭാഗത്താണ്. എ -2 ബി 2. എക്സ് കോർഡിനേറ്റ് -2 2. എത്ര? -2 എത്ര അകലെ? 4 യൂണിറ്റ് അകലെ. -2 2ലേക്ക് 4 യൂണിറ്റ് ആണ് കണ്ടോ. അപ്പൊ ഇത് 3 യൂണിറ്റ്, ഇത് 4 യൂണിറ്റ്. വളരെ സുഖമായിട്ട് ഇനി എ ബി കണ്ടോടെ. എ ബി എത്ര? ചിലർ മനസ്സിൽ പറയും 5 യൂണിറ്റ് എന്ന്. അല്ല, മനസ്സിൽ കിട്ടാത്തവര് എ ബി സ്ക്വയർ സമം 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ സമം 16 പ്ലസ് 9 സമം 25. സോ എ ബി ഈസ് ഈക്വൽ ടു 5 യൂണിറ്റ്. എ ബി സ്ക്വയർ 25, എ ബി 5 യൂണിറ്റ്. എത്ര സുഖമായിട്ട് കാണാം. അപ്പൊ ചോദിക്കും സർ ഇതിന് ഫോർമുല വേണ്ടേ? എന്തിനാ ഫോർമുല? ഞാൻ ഫോർമുലയൊക്കെ ഞാൻ ഉപയോഗിച്ചുള്ളൂ, അങ്ങനെ എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. √(x2 - x1² + y2 - y1²) ആവും വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. ഞാൻ മാഷുടെ ഈ 4 യൂണിറ്റ് എന്ന് എഴുതുമ്പോഴ്, ഈ 4 യൂണിറ്റ് എന്ന് എഴുതുമ്പോ -2 2 4 യൂണിറ്റ് എന്ന് എഴുതുമ്പോ x2 - x1 എന്ന സാധനം തന്നെ എഴുതിയിട്ടുള്ള. ഇത് y2 - y1 എന്ന സാധനം തന്നെയാണ്. അത് സ്ക്വയർ ചെയ്യുമ്പോഴും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ √(x2 - x1² + y2 - y1² എഴുതിയാൽ മാർക്ക് കിട്ടുന്നൊന്നും ഇരിക്കണ്ട. മുമ്പൊക്കെ അതുണ്ടായിരുന്നു, ഫോമിലേക്ക് എന്തെങ്കിലും എഴുതിച്ചാൽ മാർക്ക് വന്നിരിക്കും. ഇപ്പൊ അതിനൊന്നും അല്ല മാർക്ക്, നമ്മൾ കണക്ക് ചെയ്യണേനാണ് മാർക്ക്. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടതാണ്. ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് ചെയ്യണത് നല്ലതാണ്. ഇനി ഇപ്പൊ ഇതിൽ തന്നെ ഈ കണക്കിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് ഈ -2 7 2 4. ഇതില് ഈ വരയുടെ ചെരിവ് എന്താ ചോദിക്കും. ചെരിവ് ഒരു സാധനം നിങ്ങൾക്ക് പഠിക്കാണ്ട്. ചെരിവ് എന്താ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യണ്ടാവും, നിങ്ങൾക്ക് അറിയും ചെരിവ് എന്താന്ന് അറിയും. പക്ഷെ നേരെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ ചെരിവ് എന്ന് പറയുന്നത് വളരെ സുഖമായിട്ടൊരു വർത്താനം ഉണ്ടായി. എന്താ വർത്താനം അറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ചെരിവ് മാഷ് കാണുന്നത് കാണിച്ചു. എക്സ് വൈ പക്ഷെ ചെരിവ് കാണുന്നത് നോക്കിക്കൂടാ. എക്സ് ഇവിടെ -2 ഇവിടെ 2. എക്സ് -2 പോയി 2 ആയി. എക്സിന്റെ മാറ്റം എ എന്നുള്ള പോയിന്റും ബി എന്നുള്ള പോയിന്റും. എക്സ് -2 പോയി 2 ആയി. വയ്യോ 7 പോയി 4 ആയി. അപ്പൊ മനസ്സിലായി എക്സ് കൂടി. എത്ര കൂടി? 4 കൂടി. വയ്യോ വൈ കുറയാണ്. വൈ 3 കുറഞ്ഞു. എക്സ് കൂടി, വൈ കുറഞ്ഞു. എക്സ് 4 കൂടിയപ്പോ വൈ 3 കുറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്യണത്, എനിക്ക് അറിയേണ്ടത് എക്സ് 1 കൂടുമ്പോ വൈക്ക് എന്താ മാറ്റം. ഈ എന്താ പച്ചക്കറി പീടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില സാധനങ്ങളുടെ വില പറയും. ചിലത് 1 കിലോ എന്ന് പറയില്ല. ഇപ്പൊ മുരിങ്ങക്കായ അതാ ഏറ്റവും നല്ലത്, പ്രത്യേകിച്ച് കല്യാണ സീസൺ ഒക്കെ ആകുമ്പോൾ. എന്താ മുരിങ്ങക്കായ വില? പീടിയക്കാരൻ എന്താ പറയാ വെച്ചിട്ടാ? കിലോ 40 റുപ്യ പറയും. ഈ ഇത് കിലോ 40 റുപ്യ എന്തിനാ അയാൾ പറയണത്? 1 കിലോ 160 റുപ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോ അതോടെ ബോധം കിട്ടുള്ളൂ. അപ്പൊ അയാൾ പറഞ്ഞത് ശരിക്കും 1 കിലോ 160 ആണ്. കിലോ 40 റുപ്യ എന്ന് പറയണത് അതിന് നിരക്കിൽ പറയുകയാണ് അയാള്. അത് 1 കിലോ 160 റുപ്യാണ്. അതേപോലെ നമുക്കിവിടെ എക്സ് 4 കൂടുമ്പോ 3 കുറഞ്ഞു എന്നുള്ളതിന്, അങ്ങനെയാണെങ്കിൽ എക്സ് 1 കൂടുമ്പോ വൈ എന്ത് മാറ്റം വന്നു എന്ന് കണക്കാക്കാൻ നമുക്ക് ഈ എക്സിനെ 1 ആക്കണം. ഈ 4നെ 1 ആക്കാൻ ഒരു പണിയില്ലല്ലോ. 4 4 അടിച്ചാൽ മതി. ഇപ്പൊ 1 ആയി, എക്സ് 1 ആയി. അപ്പൊ 4നെ ബൈ 4, 4നെ 4 കൊണ്ട് അടിച്ചാൽ ഇത്രയേ ഉള്ളൂ പ്രശ്നം. വൈ സാധനത്തിന് 4 കൊണ്ട് -3/4. -3/4 എത്ര? -3/4. ഇപ്പൊ കൃത്യം കിട്ടി. എന്താ? എക്സ് 1 കൂടിയപ്പോ വൈ 3/4 കുറഞ്ഞു.
y മുക്കാല് കുറഞ്ഞു, 3/4 കുറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഈ വരയുടെ ചെരിവ് എന്താ പറയുന്നത്, സ്ലോപ്പ് എന്താ പറയുന്നത്, -3/4. ഇതാണ് സാധനം. അപ്പൊ നിങ്ങൾ പറയും സർ y2 - y1 / x2 y2 - y1 / x2 - x1 തന്നെയാണിത്. അതന്നെയാണിത്, അതന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഭാഷ. ഇതിൽ y2 - y1 / x2 - x1 ഒക്കെ ഒളിച്ചിരിക്കുന്നുണ്ട്. എന്താ നമ്മൾ മനസ്സിലോർമ്മിക്കുന്നു, എക്സ് ഒന്ന് കൂടുമ്പോ വൈക്ക് എന്ത് മാറ്റാം, ഇതാണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ഏത് കണക്ക് വേണമെങ്കിൽ ഇങ്ങനെ സുഖമായിട്ട് ചെയ്തു. എന്നാൽ ഇതിന്റെ സമവാക്യങ്ങളിലേക്ക് എത്താനും ഒക്കെ ഇപ്പൊ തന്നെ നോക്കിക്കൂടാ. എക്സ് ഇവിടെ കൂടുകയും ചെയ്ത് വൈ കുറയുകയും ചെയ്ത്, അപ്പൊ മനസ്സിലാക്കാൻ നമുക്ക് എന്താ അറിയോ, എക്സ് കൂടുമ്പോ വൈ കുറയുകയാണ് വെച്ചാൽ എക്സിന്റെ പോലെ അല്ല വൈ വെച്ചാൽ അപ്പൊ ഉറപ്പിക്കാം ചെരിവ് നെഗറ്റീവോ സ്ലോപ്പ് നെഗറ്റീവോ. എക്സും കൂടുകയാണ് വൈയും കൂടുകയാണ്, ഇല്ലെങ്കിൽ എക്സും കുറയാണ് വൈയും കുറയാണ്. അങ്ങനെ ആകുമ്പോൾ സ്ലോപ്പ് നെഗറ്റീവ് ആവില്ല. സ്ലോപ്പ് നെഗറ്റീവ് ആവുക ഈ സന്ദർഭത്തിലാണ്. എക്സ് കൂടുമ്പോ വൈ കുറയും, അല്ലെങ്കിൽ എക്സ് കുറയുമ്പോ വൈ കൂടുക. ഈ സന്ദർഭത്തിലാണ് വരിക. അപ്പൊ നമ്മള് സ്ലോപ്പ് കാണാനുള്ള ഒരു സാധനമാണ് ഇങ്ങനെ നമുക്ക് ചെയ്യാറുള്ളത്. ഇനി വരയിലെ ഒറ്റ കാര്യം കൂടി നമുക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഈ സമവാക്യം, വരയുടെ സമവാക്യത്തില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി പറയണത്. നമ്മൾ സമവാക്യം ഉണ്ടാക്കാൻ നമ്മളോട് പറയുന്നുണ്ട്, വരയുടെ സമവാക്യം ഉണ്ടാക്കാൻ. ഇതിൽ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇതേ കണക്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ -2, 2, 4 എ എന്നുള്ളൊരു പോയിന്റ്, ബി എന്നുള്ള പോയിന്റ് 2, 8 ഇങ്ങനെയാണ്. ഈ വരയുടെ സമവാക്യം കാണുക എന്ന് പറയുമ്പോൾ എന്താ, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതാണ് എക്സ് -2 എന്നുള്ളത് 2 മാറും. വയ്യോ 4 എന്നുള്ളത് 8 മാറും. എന്താ ഇവിടെ സംഭവിച്ചത്? എക്സ് 4 കൂടി, വൈയും എത്ര കൂടി? 4 കൂടി. എക്സും 4 കൂടിയേ, വൈയും 4 കൂടി. അതിന്റെ അർത്ഥം എന്താ? എക്സ് 1 കൂടിയപ്പോ വൈ 1 കൂടി. ഒരേപോലെ കൂടി, ആനുപാതികം ഒരേപോലെ കൂടണം. എക്സ് 1 കൂടി, വൈ 1 കൂടി. ഈ ഒരു സാധനം മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സമവാക്യങ്ങളിലേക്ക് പോവാൻ, എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ സമവാക്യത്തിലേക്ക് ഇനി പോവാൻ പറ്റുക? ആ ബന്ധം എഴുതലാണ് സമവാക്യം. എക്സ് 1 കൂടുമ്പോ വൈ 1 കൂടുന്നു എന്നുള്ള ഈ ബന്ധം എഴുതലാണ്. അപ്പൊ നമ്മള് വൈക്ക് വരുന്ന മാറ്റം, വൈ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ആ ഒരു ബന്ധം, വൈയും എക്സും തമ്മിലുള്ള ഒരു ബന്ധം നിങ്ങൾ എഴുതുമ്പോൾ, ഇതിന്റെ സമവാക്യം എഴുതുമ്പോൾ പല രീതിയിൽ നിങ്ങൾ ഇതിനെ സമീപിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ നിങ്ങൾ അതില് സൂത്രവാക്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാവും ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെയൊക്കെ ചെയ്യണവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ചെരിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതിൽ ചെരിവ് കിട്ടിയിട്ടോ, ചെരിവ് 1 വരിക. ഈ സ്ലോപ്പിനെ x - x1 കൊണ്ട് ഗുണിച്ച് ഇങ്ങനെ എഴുതുമ്പോ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ നോക്കുക. ഇതിലൊരു പോയിന്റ് y, ഇതിൽ y1 എന്ന് പറയുന്നത് 4, സ്ലോപ്പ് നമുക്ക് 1 എന്ന് കിട്ടി. x എന്ന് പറയുന്നത് x1 എന്ന് പറയുന്നത് y - y1 ഉം സ്ലോപ്പ് അല്ലേ നമ്മൾ കാണുന്നത്. സ്ലോപ്പ് നമുക്ക് 1 കിട്ടിയിട്ടുണ്ട്.
ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് y സമം x പ്ലസ് ആറ് എന്നൊരു ബന്ധം കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്തപ്പോ ഇങ്ങനെ കിട്ടി. നിങ്ങളിവിടെ നോക്കൂ, ഈ രണ്ട് പോയിന്റുകളും നോക്കൂ. ബി എന്നുള്ള പോയിന്റ് എന്താണ്? 2. x 2ആണ്, y 8ആണ്. അപ്പൊ ഇവിടെ y എന്ന് പറയണത് 8 എന്ന് പറയണത് ഈ എക്സിന്റെ കൂടെ 6 കൂട്ടിയതാണ്. ഇവിടെയും അതേപോലെയാണ് വരിക. y എന്ന് പറയുന്നത് എക്സിന്റെ കൂടെ 6 കൂട്ടിയതാണ്, 4 ആണല്ലോ. കണ്ടോ? വൈയും എക്സും തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ കൃത്യമായിട്ട് എഴുതലാണ് ഈ വരയുടെ സമവാക്യം എന്ന് വരണം. ഇത് നമുക്ക് കുറച്ചുകൂടി സമയമെടുത്ത് വിശദമായിട്ട് പറയേണ്ടതായിരുന്നു. എങ്കിലും ഒരു കാര്യം പറയണത്, ഇവിടെ നമ്മൾ സമാന്തര ശ്രേണിയിലെ പദങ്ങൾ കാണുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, എക്സ് ഇതാണ്, വൈ ഇതാണ്. -2 ആവുമ്പോ 4, എക്സ് 2 ആവുമ്പോ 8. ഇവിടെ നിങ്ങൾ വെറുതെ നോക്കി നോക്കൂ, ഇവിടുത്തെ 4 8 വരെ വരുമ്പോ 4, ഇവിടെയും 4 സംഖ്യകൾ. -2 2 വരും. -2 വെറുതെ എഴുതാം. -1 0 1 2 4 5 6 7 8. കണ്ടോ? കറക്റ്റ് കിട്ടി. ഇപ്പൊ വെറുതെ നിങ്ങൾ നോക്കി നോക്കൂ, 1 7, 2 8. അപ്പോ ഇത് ഫസ്റ്റ് ടേം 7, സെക്കൻഡ് ടേം 8. അങ്ങനെ വരുമ്പോഴ് നമ്മള് ആ AP നമ്മള് എഴുതുകയാണെങ്കിൽ, ആ അരിത്മെറ്റിക് സീക്വൻസ് നമ്മൾ എഴുതുകയാണെങ്കിൽ, ഒന്നാമതും 7, രണ്ടാമതും 8, അങ്ങനെ വന്ന് 7 8 9 എക്സെട്ര എന്നൊരു അരിത്മെറ്റിക് സീക്വൻസ് എഴുതും. ഇതിന്റെ nth ടേം എന്താ വരുന്നത്? ഇതിന് nth ടേം വരുന്നത് നിങ്ങൾക്ക് എഴുതാൻ അറിയും. xn is equal to, എങ്ങനെ നമ്മൾ എഴുതല്? d വരണത് 1. അപ്പൊ ഒരു n പ്ലസ് r, n പ്ലസ് r. ഇതാണ് nth ടേം നമ്മൾ എഴുതുക. nth ടേം ഇതാ എഴുതുക വെച്ചാൽ നമുക്ക് എന്താ ലൈനിന്റെ ഇക്വേഷൻ കിട്ടിയത്? y is equal to x plus 6. xn എന്താ കിട്ടിയത്? n plus 6. ശരിക്കും അരിത്മെറ്റിക് സീക്വൻസ് പോയ കുട്ടികൾക്ക് വേണമെങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ഇങ്ങനെ എഴുതി ഈ ഒരു സീക്വൻസ് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന്ന് nth ടേം എന്താ എഴുതുന്നത്, അതേപോലെ ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കുറച്ച് വലിയ ചാപ്റ്ററുകളാണ് 3, 4 ഈ ചാപ്റ്ററുകള്. ഈ വലിയ ചാപ്റ്ററുകൾ നമുക്ക് ഇത്രയും സ്പീഡിൽ പറയണത് വലിയ പ്രശ്നമാണ്. കുറച്ച് ഇപ്പൊ ഈ അവസാന ഭാഗം പറഞ്ഞത് തന്നെ ഞാൻ വൃത്തിയായിട്ടൊന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നുള്ളൊരു സ്പീഡ് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂട്ടുകാരെ പറയാനുള്ളത്, നമ്മുടെ സ്റ്റഡി സർക്കിൾ ഗ്രൂപ്പില് നിങ്ങളോട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആകെ 3 കുട്ടികളായിട്ടാണ് മാഷെ വിളിച്ചത്. ഇന്ന ക്വസ്റ്റ്യൻ സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചത്. അതിന്റെ അർത്ഥം ഇപ്പോഴും നമ്മള് അങ്ങോട്ട് കണ്ടത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നാണ്. വരുമ്പോ തന്നെ ഇരിക്കണത്. ഇനി നമുക്ക് 26-26 തീയതിയാണ് മാത്സ് എക്സാം, 27 തീയതി ഫിസിക്സ്, 28 തീയതി കെമിസ്ട്രി. അപ്പൊ 26 തീയതിക്ക് ഇനി കുറച്ച് ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ വരമ്പത്തുനിന്ന് ഒന്ന് കണ്ടത്തിലേക്ക് ഇറങ്ങി ഒന്ന് പൊടി തട്ടി നമ്മുടെ ഓർമ്മകളിലേക്ക് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരണം. തീർച്ചയായിട്ടും നിങ്ങൾ വരുന്ന സംശയങ്ങൾ എത്ര ചെറിയ സംശയങ്ങളാണെങ്കിലും അത് തീർത്തു പോവാൻ വേണ്ടിയിട്ട് മാഷെ വിളിക്കണം. ഇനിയും ബാലസംഘം എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഒരുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മോഡൽ പരീക്ഷ നടത്താനുള്ള ആലോചനകള്, അങ്ങനെ കുറെ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ കൂടെ നിങ്ങൾ നിന്നുകൊണ്ട് ഈ പ്രവൃത്തികള് നിങ്ങൾ പാലക്കാട് ജില്ലയിലെ കുട്ടികൾക്ക് വേണ്ടി ബാലസംഘത്തിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ചെയ്യുമ്പോൾ അത് പ്രധാനമായിട്ടും പ്രയോജനപ്പെടുത്തേണ്ടവര് നിങ്ങളാണ്. അത് പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്കാവണം. മാഷ് ഒന്നുകൂടി പറയണു, നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ, ഇന്ന് പറഞ്ഞതില് സംശയങ്ങൾ ധാരാളം വരാൻ വഴിയുണ്ട്. സംശയങ്ങൾ ചോദിച്ചോളൂ. ഫോൺ നമ്പർ ഒന്നുകൂടെ എഴുതിക്കോളൂ. 9447840887.
ഈ നമ്പർ കുറിച്ചെടുത്തോളൂ. നിങ്ങൾക്ക് സംശയങ്ങൾ തീർക്കാൻ വേണ്ടി മാഷ് എപ്പോഴും തയ്യാറാണ്. ഇനി നമുക്ക് കാണാം, മറ്റ് വേളകളിലൊക്കെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് മാത്സിൽ 110 മാർക്ക് ഉണ്ട്. അതിൽ 70 മാർക്ക് നമുക്ക് പിടിക്കണം. ആ 70 മാർക്ക് പിടിച്ചാൽ നമുക്ക് A+ ആയി. 70 മാർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നാട് വിട്ടൊന്നുമില്ല, എന്നാലും കിട്ടിക്കോട്ടെ, അതൊരു സന്തോഷമല്ലേ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മാത്സ് എക്സാമിന് A+ കിട്ടാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. അഭിവാദ്യങ്ങൾ.